രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്ത് ചിലപ്പോ മാസത്തിലുണ്ടാകുന്ന ഒരു അവശത കൊണ്ട് കട്ടിലിൽ കിടക്കുമ്പോ നീ വന്നാൽ എന്തുവാ നിനക്ക് ഇത് മാത്രം വലിയ ജോലി, എന്തുവാ നിനക്ക് ഇത് മാത്രം മലമറിക്കണ ജോലി? അതൊരു മനുഷ്യ സ്ത്രീയാണ്, അതൊരു മനുഷ്യ സ്ത്രീയാണ് എന്ന് നിങ്ങൾ കരുതണം. സഹോദരി, അവള് കിടക്കുമ്പോ ഒന്ന് തളരുമ്പോ വീട്ടിലുള്ളവര് പരാതി പറയുമ്പോ ഭാര്യ എപ്പോഴും കിടപ്പാണ്, അന്വേഷിക്കണം നിനക്ക് എന്തു പറ്റി. അവളൊരു മനുഷ്യ സ്ത്രീയാണ്. ജോലി ചെയ്ത് തളർന്നു കിടക്കുമ്പോ ആദ്യമായിട്ട് അപ്പൊ വീട്ടിൽ വരുമ്പോ ആരെങ്കിലും പറയും കിടപ്പുണ്ടവിടെ, കിടപ്പുണ്ടവിടെ. അപ്പൊ പോയിട്ട് അതിനൊക്കെന്തുവാണ് ഈ മലമറിക്കണ ജോലി എന്നല്ല, അടുത്ത് പോയിട്ട് ചോദിക്കണം അസ്മ എന്തു പറ്റിയെന്ന്. അവളൊരു മനുഷ്യ സ്ത്രീയാണ്, ജോലി ചെയ്ത് തളരും. ഒരു വേലക്കാരിയെ വെച്ചു കൊടുക്കണം, അല്ലേ? സഹായിക്കാൻ വേലക്കാരിയെ വെച്ചു കൊടുക്കണം. എന്റെ വീട്ടിൽ 2 ജോലിക്കാരിയാ, 2 പേര്. അരി അരയ്ക്കാൻ ഒരാള്, അത് അരി അരച്ച് തളർന്നു പോയി കിടക്കുമ്പോ വീശാൻ ഒരാള്. അരി അരയ്ക്കാൻ സുജാത, വീശാൻ ഉഷ. സുജാതയുടെ മിക്സിയിലിട്ട് അരക്കിയ ഉഷയുടെ വാണ്ട കിഴി പോയി ആട്ടിന് 2 വേലക്കാരൻ. സഹോദര സഹോദരി, പിണങ്ങാനല്ല, തർക്കിക്കാനല്ല, ജയിക്കാനല്ല. അള്ളാഹ് പറയാണ് മിൻ അംഫുസിക്കും, അതൊരു മനുഷ്യനാണ്, മനുഷ്യ സ്ത്രീയാണ്. പരിധികളുണ്ട്, വിഷമിപ്പിക്കരുത്. പെങ്ങളെ, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് വൈകുന്നേരം വരുന്നവൻ കൂലിപ്പണി എടുത്തിട്ട് വരുന്ന ഭർത്താവ്, ആ വരുന്നത് തളർന്ന ഒരു മനുഷ്യനാണ്. അവൻ വീട്ടിലേക്ക് ഇങ്ങനെ കേറി വരുന്ന ഉടനെ നിങ്ങളുടെ പെങ്ങളെ പറഞ്ഞു കേട്ട, നിങ്ങളുടെ ഉമ്മ പറഞ്ഞ കേട്ട, എനിക്ക് പറ്റത്തില്ല, എന്റെ പണയം വെച്ച സ്വർണ്ണം ഇങ്ങെടുക്കുക, ഞാൻ പോവാ വീട്ടിൽ. അത് ഒരു മനുഷ്യനാണിത്. ജോലി ചെയ്ത് തളർന്നു വരിക, വന്ന് കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് അവസാനം കിടക്കണ നേരത്ത് പറയും പിന്നെ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. എന്തേ? അപ്പൊ സാവധാനത്തിൽ പറയും, ഈ വരണ ഉടനെ ഒരു മനുഷ്യനാണത്. അതാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. ആ വന്ന ഉടനെ ചെവിയിലൂടെ ഒന്ന് തളർന്ന് കിടക്കാൻ പോകുമ്പോഴായിരിക്കും ചെവിയുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ